സമൃദ്ധിയായി ഈ ദിവസങ്ങളിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാൻ ഈ സായം സന്ധ്യ അനുഗ്രഹിക്കപ്പെട്ട വചനകേൾവിക്കായി നമുക്ക് ഒരുക്കിയ ദൈവത്തിന് നന്ദി കരേറ്റാം. ബലഹീന ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഭാഗ്യങ്ങളുടെ നിറകുറമായ ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് നമ്മെ തന്നെ കൊടുക്കാം. മനോഭാരത്തിലും രോഗത്തിലും പ്രയാസത്തിലുമായി നമ്മുടെ ബലഹീന പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൂരസ്ഥരെയും സമീപസ്ഥരെയും ദൈവമേ കരുതി താങ്ങി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവസന്ധാരണത്തിനായി ജീവന്റെ വാതിലുകൾ നമുക്ക് നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ന്യായപ്രമാണത്തിൽ നിന്ന് അത്ഭുത കാര്യങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുവചനത്തിന് അനുസൃതമായി ജീവിപ്പാൻ ഞങ്ങളുടെ ശരീരാത്മദേഹികളെ കർത്താവെ അവിടുന്ന് ഒരുക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ പൗരസ്വച്ഛനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 2 സന്ധ്യകളിലും നമ്മൾ ചിന്തിച്ച മുഖ്യ ചിന്തയ്ക്ക് തുടർച്ചയായി തന്നെ നമ്മുടെ മുഖ്യ ചിന്താവിഷയം അധികരിച്ച് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഓർക്കുവാൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു അധ്യായം തന്നെയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. നമ്മുടെ മുഖ്യ ചിന്ത നിങ്ങൾ മറന്നു കാണില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവസ്ഥയുടെ ഉപകരണങ്ങളായി തീരാതെ അവസ്ഥാവിശേഷങ്ങളെ മറികടന്ന് ഉത്തമമായ ആത്മീയ സംസ്കാരത്തിൻ്റെ അവകാശങ്ങളായി തീരുവാൻ അതീവ ജാഗ്രതയോടെ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ പ്രസംഗത്തിൻ്റെ മുഖ്യ ചിന്ത. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമാണ്. അതാദ്യം നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഇനി നാം വായിച്ച് കേൾക്കുന്നത് ഇതേ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതേ അധ്യായത്തിൽ നിന്ന് തന്നെ 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ അവനൊരു ഗുഹയിൽ കടന്നു രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട് ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. ഇനി 11-ാമത്തെ വാക്യം കേൾക്കാം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. ഇനി 13-ാമത്തെ വാക്യം കേൾക്കാം. ഏലിയാവ് കേട്ടിട്ട് തന്റെ പുതുപ്പോട്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്തുനിന്ന് ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം ചോദിക്കുന്ന ശബ്ദം കേട്ടു. അവസാനമായി 15-ാമത്തെ വാക്യം കേൾക്കാം. യഹോവ അവനോട് അരുളിച്ചതെന്നാൽ നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോവാൻ. മതിയല്ലോ.
അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ 6 വാക്യങ്ങൾ തമ്മിൽ ഘടനാപരമായി എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചോ? ഘടനാപരമായി നാം കേട്ട 6 വാക്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഘടനാപരമായി, വാക്യത്തിന്റെ സത്തയല്ല ഞാൻ ചോദിച്ചത്, കണ്ടന്റ് അല്ല ചോദിച്ചത്. ഒരുപാട് മറുപടികൾ നിങ്ങളൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു നമ്മൾ കേട്ടില്ലേ? തോമസ് ആദ്യം വായിച്ചത് 5-ാമത്തെ വാക്യമാണ്, രണ്ടാമത് വായിച്ചത് 7-ാമത്തെ വാക്യമാണ്, മൂന്നാമത് വായിച്ചത് 9-ാമത്തെ വാക്യമാണ്, നാലാമത് വായിച്ചത് 11-ാമത്തെ വാക്യമാണ്, അഞ്ചാമത് വായിച്ചത് 13-ാമത്തെ വാക്യമാണ്, ആറാമത് വായിച്ചത് 15-ാമത്തെ. ഞാൻ ചോദിച്ചത് വാക്യങ്ങളുടെ ഘടനയാണ്. ആൾട്ടർനേറ്റ് വേഴ്സ്. ഓരോ 5-ാം വാക്യം മുതൽ ഓരോ 2 വാക്യം കഴിയുമ്പോൾ നാം കേട്ട 6 വാക്യങ്ങളും 6 ദർശനങ്ങളും. ഈ 6 ദർശനങ്ങളും ഏറ്റുവാങ്ങിയ ഒരേ വ്യക്തി ആരാണ്? ഏലിയാവ്. ഏലിയാവ് വേദപുസ്തകത്തിൽ നമുക്ക് വളരെ പരിചിതനായ ഒരു കഥാപാത്രം. പ്രവാചകന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പ്രവാചകൻ ആരാണ്? The prophets were mouth of God. ദൈവത്തിന്റെ വായാണ് പ്രവാചകൻ. വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുൻപ് പഴമ വായന ശ്രദ്ധിക്കുമ്പോൾ പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കും. അതേത് പ്രവാചക പുസ്തകങ്ങളിൽ നിന്നായിരുന്നാലും പലപ്പോഴും പ്രവചന പുസ്തകങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പരാമർശമുണ്ട്, Thus says the Lord. എന്താ അതിന്റെ അർത്ഥം? യഹോവയായ കർത്താവ് ദൈവം ഇപ്രകാരം അരുൾ ചെയ്യുന്നു. പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് മനുഷ്യനോട് അറിയിച്ചവനാണ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചവനാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെ വേദ ചിന്തകന്മാർ വിളിച്ചു, അവർ ദൈവത്തിന്റെ വായ. ദൈവം പ്രവാചകന്മാരെ കരുതി നടത്തിയത് അത്ഭുതകരമായ വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവം കരുതി വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമെങ്കിലും 17-ാം അധ്യായത്തിലാണ് ദൈവമനുഷ്യനായ ഏലിയാവിന്റെ രംഗപ്രവേശം. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതിക്രൂരനായ ഒരു രാജാവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നിട്ട് അവനേക്കാൾ ക്രൂരതയാർന്ന രാജ്ഞി അടുത്തിരിക്കൊണ്ട് ഒരു പരുക്കനായ മനുഷ്യൻ പരുഷമായ ശബ്ദത്തിൽ പറഞ്ഞു, ഇനി ഞാൻ പറയാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ആ മനുഷ്യനായ ഏലിയാവ് പാഴ്വാക്ക് പറഞ്ഞതല്ല, അത് അക്ഷരം പറഞ്ഞ് സംഭവിച്ച കാര്യമാണ്. രാജാവിന് കോപമായി. രാജാവ് ഏലിയാവിന്റെ തലയ്ക്ക് വില പറഞ്ഞു. 17-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ അത്ഭുതകരമായി ഏലിയാവിനെ ദൈവം പരിപാലിച്ച വിധങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേശത്തൊക്കെയും മഹാക്ഷാമമുണ്ടായി. തോടുകളൊക്കെയും വച്ചു വരണ്ടു. ആഹാര സാധനങ്ങൾ ലഭ്യമല്ലാതായി.
ഏലിയാവിന് തക്ക സമയത്ത് ജലം ലഭിക്കാൻ ദൈവം ഒരു അരുവി പുറപ്പെടുവിച്ചു. തക്ക സമയത്ത് അവന് ഭക്ഷണം കിട്ടാൻ ദൈവം ആരെ നിയോഗിച്ചു? ഒരു കാക്കയെ നിയോഗിച്ചു. ഒരു വിധവയുടെ ഭവനത്തിലേക്ക് ഏലിയാവ് കടന്നു ചെന്നു. അവളുടെ മരിച്ചുപോയ മകനെ ജീവിപ്പിക്കുന്നു. അവളുടെ കുടത്തിലെ എണ്ണ തീർന്നു പോകാതെയും കലത്തിലെ മാവ് വച്ചിപ്പോകാതെയും ഇരിക്കത്തക്കവണ്ണം മഹാബലിയ അത്ഭുതം കാണിക്കുന്നു. യഹോവയാണോ ബാലാണോ വലുത് എന്ന ഒരു മത്സരത്തിന് ഏലിയാവ് തുനിയുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം എത്ര വലിയ അത്ഭുതങ്ങളാണ്. അവസാനം നമ്മൾ കാണുന്നത് എന്താ? അഗ്നിത്തേരുകളും അഗ്നിരഥങ്ങളും ഏലിയാവിനെ ഉടലോടെ കൈക്കൊള്ളുകയാണ്. തന്റെ ശരീരത്തിൽ നിന്ന് വീണ ഒരു പുതപ്പ് കൊണ്ട് തന്റെ പിൻഗാമി ഒരു കടലിനെ ഭാഗിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ ആദിയോടന്തം ഒരുപാട് അത്ഭുത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനായിട്ടാണ് ഏലിയാവിനെ കാണുന്നത്. നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദൈവം തമ്പുരാൻ തന്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ. പക്ഷേ ഈ അനുഗ്രഹകരമായ ജീവിതായോധനത്തിൽ ഒരു സന്ദർഭത്തിൽ ഏലിയാവ് അതീവ ഗൗരവമാർന്ന ഒരു കുഴിയിലേക്ക് വീണുപോകുകയാണ്. ആ കുഴിയിൽ നശിക്കുവാൻ അവനെ വിട്ടുകൊടുക്കാതിരുന്ന ദൈവം അവന്റെ കൈക്ക് പിടിച്ച് 6 സ്റ്റെപ്പുകൾ അവനെ മുകളിലേക്ക് കയറ്റുന്ന ചിത്രമാണ് ഈ 6 ദർശനങ്ങളിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തന്റെ അനുഗ്രഹകരമായ ജീവിതായോധനത്തിൽ ഒരു പടുകുഴിയിലേക്ക് ഏലിയാവ് നിബന്ധിച്ചു പോയി. ഏലിയാവ് വീണുപോയ ഈ കുഴി ഏതാണ്? 19-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത് ബോധ്യപ്പെടും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യം. അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയിൽ ഉൾപ്പെട്ട ബർശേബയിൽ ചെന്നു അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. പിന്നെ അങ്ങോട്ട് വരുന്നത് അത്യന്തം വേദനാജനകമായ അനുഭവങ്ങളാണ്. 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമനുഷ്യനായ ഏലിയാവ് ഭയപ്പെട്ടുപോയി. ദൈവവൈദ്യന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഭയപ്പെടുക മാത്രമല്ല, അവൻ ജീവന്റെ രക്ഷയ്ക്കായി ഓടി. പറഞ്ഞല്ലോ, ആഹാബ് ഏലിയാവിനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഭയപ്പെട്ടുപോയി ജീവരക്ഷയ്ക്കായി ഓടി. ഇത് മാത്രമല്ല, തൊട്ടടുത്ത വാക്യത്തിൽ നാം കാണുന്നത് എന്ത്? തന്റെ ബാല്യക്കാരനെ മാറ്റി പാർപ്പിച്ചിട്ട് ഒരു ദിവസത്തെ വഴി മരുഭൂമിയുടെ വിജനതയിലേക്ക് നടന്നു കയറി. അയ്യോ, ആഹാബ് യെസബേലും എന്നെ കൊല്ലാൻ വരുന്നു, അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കണമേ എന്നല്ല ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. അവരോട് എതിരിടുവാൻ തക്ക ശക്തി തന്ന് എന്നെ ബലപ്പെടുത്തണമേ എന്നല്ല ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. ഏലിയാവിന്റെ നിരാശാപൂർണമായ ഒരു പ്രാർത്ഥന 4-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കുവാനായി ആഗ്രഹിക്കുക. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏലിയാവിന്റെ പ്രാർത്ഥന, now it is enough, എനിക്ക് മതിയായി. You just do one thing, you take my soul. എന്റെ പ്രാണനെ എടുത്താൽ മതി. For I am not better than my fathers. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല.
അതുകൊണ്ട് യു ഡു വൺ തിങ്, യു ടേക്ക് മൈ സോൾ. ചുരുക്കി പറഞ്ഞാൽ മരുഭൂമിയുടെ വിജനതയിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ച് ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിച്ചു കിടക്കുന്ന ഒരു ദൈവ മനുഷ്യനെ നാം കാണുക. ഇത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദുഃഖകരമായ ഒരു അനുഭവമാണ്. അവിടെ ദൈവം തന്റെ പ്രവർത്തനം തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, അവസ്ഥയുടെ ഉപകരണങ്ങളായി നശിച്ചു പോകാതെ അവസ്ഥാവിശേഷങ്ങളെ മറികടക്കുവാൻ ദൈവം നമുക്ക് മുമ്പിൽ ചില അനുഭവങ്ങൾ തരുമ്പോൾ അതിനോട് പ്രതികരിച്ചാൽ അനുഗ്രഹകരമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാം. മരിപ്പാൻ ആഗ്രഹിച്ച് മരുഭൂമിയുടെ വിജനതയിൽ കിടന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന ആദ്യത്തെ ദർശനമാണ് 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. Arise and eat. ഇത്ര പ്രത്യാശാനിർഭരമായ ഒരു സ്വരമാണ്. അത് പാഴുവാകായിരുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ തല ഉയർത്തി നോക്കി, കനലിന്മേൽ ചുള്ള അടയും തുരുത്തിയിൽ വെള്ളവും കണ്ടു. ആ മരുഭൂമിയിൽ ഒരുപക്ഷെ ലഭ്യമാകാമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഭക്ഷണമല്ല കിട്ടിയത്. കേൾക്കാം എന്ന് പ്രതീക്ഷിച്ച ശബ്ദമല്ല കേട്ടത്. Arise and eat. വാത്സല്യമുള്ളവരെ, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നാം അഭിമുഖീകരിക്കുമ്പോൾ ചക്രവാളത്തിലെങ്ങും പ്രകാശത്തിന്റെ ഒറ്റ രശ്മി പോലും കാണുവാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നാം ചെന്നുപെടുമ്പോൾ സർവശക്തനായ ദൈവം വിജനതയിൽ നമ്മോട് കൽപ്പിക്കുന്ന ഈ ശബ്ദം വാസ്തവമായും കേൾക്കുവാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജീവിതം മടുത്തു എന്ന് തോന്നാത്ത ആരുമില്ലെന്ന മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ തോന്നാത്ത ഒരു മനുഷ്യനുമില്ലെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ വിധിക്കുന്നില്ല, അവരവരെ ചിന്തിച്ചാൽ മതി. ചിലടത്തൊക്കെ കൈപൊക്കിക്കും. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയവർ കൈപൊക്കാൻ പറയും. ഗ്രഹപ്പെടുക്കെങ്ങാണ് കൈപൊക്കിപ്പോയാൽ കൈപൊക്കാൻ പറഞ്ഞപ്പോഴേ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ നോക്കും. പിന്നെ അത് ചോദ്യത്തിന് പറഞ്ഞില്ലെന്ന് വഴക്കിന് ഒക്കെ കാരണമാണ്. പക്ഷെ അവരവർ മനസ്സിൽ ചിന്തിച്ചാൽ മതി. കാരണം ജീവിതം സുഖദുഃഖ സമ്മിശ്രമായതുകൊണ്ട് നമ്മുടെ ആരുടെയും അറിവോ അനുമതിയോ കൂടാതെ സുഖങ്ങളും ദുഃഖങ്ങളും കടന്നു വരികയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ ജീവിതം നമുക്ക് മടുക്കാം. ഇനി നമുക്ക് ആർക്കും അങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മൾ അധിവസിക്കുന്ന ഈ ലോകത്തിൽ അനേകര് ആത്മഹത്യയുടെ വക്കിലാണ്. ദൈനംദിന പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ നാം കാണുന്ന എത്രയെത്ര ആത്മഹത്യാ മരണങ്ങളുണ്ട്. എന്താ ഇതിന്റെ കാരണം? ഒരുപാട് പേര് നിരാശയുടെ വക്കിലാണ്. അത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ എഴുന്നേറ്റ് ചിന്തുക എന്ന കർത്താവിന്റെ ശബ്ദം കേൾപ്പാൻ, പ്രത്യാശയുടെ ശബ്ദം കേൾപ്പാൻ നമുക്കിടയാണ്. അതല്ല, അങ്ങനെ നിരാശയുടെ വക്കിലായിട്ടുള്ള ആരെയെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുവെങ്കിൽ അവരെ ഈ ശബ്ദം ദൈവമേ അവിടുന്ന് കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. കർമ്മഫല പുനർജന്മ മോക്ഷ. കാമം കൊണ്ട് കർമ്മം ചെയ്യുന്നു, കർമ്മം കൊണ്ട് കർമ്മങ്ങളുടെ ഫലം ഉണ്ടാകുന്നു, കർമ്മഫലങ്ങളിലൂടെ മനുഷ്യൻ പുനർജന്മം പ്രാപിക്കുന്നു, പുനർജന്മങ്ങളിലൂടെ മനുഷ്യൻ മോക്ഷം പ്രാപിക്കുന്നു എന്ന് ഹൈന്ദവ മതം പഠിപ്പിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസം എന്താണ്? God became man. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഭാവിയായ മനുഷ്യന്റെ
ദൈവം വന്നിരിക്കുകയാണ്. ഏതെങ്കിലും പർദീസായി അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾക്ക് വിധേയരായി ജീവിച്ച ആദ്യ മനുഷ്യർ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി എന്ന് തോന്നിയപ്പോൾ ദൈവം അവരെ തേടി ഏതെങ്കിലും പർദീസായി വന്നുവെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നില്ലേ? ആദമേ, നീ എവിടെയാണ്? വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ്. ഞാൻ നഗ്നനാണെന്ന് തോന്നി എന്ന് പറഞ്ഞപ്പോൾ ആരും പറഞ്ഞു നീ നഗ്നനാണെന്ന്? അവരുടെ ജീവിതത്തിന് വീണ്ടും പ്രത്യാശയും നീക്കുപോക്കുകളും നൽകി അവരെ മുഖ്യധാരയിലേക്ക് ദൈവം വിളിച്ചു വരുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വേദപുസ്തകത്തിലെ ഏറ്റവും സുന്ദരവും അർത്ഥപൂർണവുമായ വാക്യം നാം വായിക്കുന്നില്ലേ? തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അവൻ അത്ര കണ്ട് ലോകത്തെ സ്നേഹിച്ചു. എന്താ അതിന്റെ ആദ്യ ഭാഗം? തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. God so loved the world. ഫിലിപ്പിലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം പ്രാപിച്ച് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം 7 സ്റ്റെപ്പ് കാണാം. കർത്താവേ ശിഷ്യ 7 സ്റ്റെപ്പ് താഴോട്ട് വരികയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ വാക്യങ്ങളൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിപ്പാൻ നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ഈ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ബലഹീനരായ നമുക്ക് സാധിക്കും. എഴുന്നേറ്റ് തിന്നുക. എലിയാവ് എന്ത് ചെയ്തു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അക്ഷരം പ്രതി അനുസരിച്ചു. അവൻ എഴുന്നേറ്റ് തിന്നു, എഴുന്നേറ്റ് കുടിച്ചു. ബാക്കി വായിക്കാമോ? വീണ്ടും കിടന്നുറങ്ങി. കുറച്ച് മനസ്സിലാക്കി, പക്ഷെ ശരിയായിട്ട് മനസ്സിലാക്കിയില്ല. എന്തിനാ ഈ കടലിന്മേൽ തൊട്ട് അപ്പവും വെള്ളവും അവന് കൊടുത്തത്? എന്തിനാ അവനെ ഒന്ന് തട്ടി വിളിച്ചത്? അവന് ശരിയായി മനസ്സിലായില്ല, പക്ഷെ കുറച്ച് മനസ്സിലായി. എഴുന്നേറ്റ് തിന്നു, എഴുന്നേറ്റ് കുടിച്ചു, വീണ്ടും കിടന്നുറങ്ങി. ക്രൈസ്തവ ആത്മീയ ജീവിതത്തിന്റെ മറ്റൊരു മുഖമാണ്. നാം ആത്മീയരായതുകൊണ്ട് നമുക്ക് നിരാശ വരുന്നില്ലെന്നോ ആത്മഹത്യക്ക് തോന്നലുണ്ടാകുന്നില്ലെന്നോ ഒന്നും ചിന്തിക്കണ്ട. ഇതൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് എഴുന്നേറ്റ് തിന്നുക എന്ന് പറയുന്നത്. എന്നാൽ ദൈവം തന്ന അനുഗ്രഹങ്ങളും ദാനങ്ങളും അനുഭവിച്ചു കഴിഞ്ഞാലും വീണ്ടും നമ്മൾ കിടന്ന് ഉറങ്ങുക എന്ന് പറയാൻ ഒക്കുകയില്ല. അവിടെ ഇതാ രണ്ടാമത് ക്രൈസ്തവ വിശ്വാസിയുടെ രണ്ടാമതൊരു മുഖത്തിലേക്ക് വരികയാണ്. God's policy is to give and forgive. But what is the human policy? To get and forget. അതായത് കാണുന്നത് നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് പുറകോട്ടൊന്നും ചിന്തിക്കേണ്ട. നല്ല പോലെ പച്ചപിടിച്ച ഓർമ്മകൾ നിൽക്കുന്ന ഒരു 5-10 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കിയേ. ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ തമ്പുരാൻ നമ്മെ കൈപിടിച്ച് വഴി നടത്തി തറടിയായി പോകാമായിരുന്ന ഏതെല്ലാം രംഗങ്ങളിൽ നിന്ന് അവൻ നമ്മെ കരകയറ്റി. അപ്പോഴൊക്കെ നമ്മൾ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ജീവിതത്തിൽ എടുത്തു കാണും. പക്ഷേ സൗകര്യപ്രദമായ നിലയിൽ ആ തീരുമാനങ്ങളെല്ലാം മറന്നിട്ട് ദൈവം നമുക്ക് വന്ന അനുഗ്രഹങ്ങളെല്ലാം വിസ്മരിച്ചിട്ട്
യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യവും വന്നു. എന്താണ് പറയുന്നത്? അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യം കൊടുത്ത അതേ ദർശനമാണ്. പക്ഷെ അത് വേണ്ട നിലയിൽ ഏരിയാവ് ഗ്രഹിക്കാത്തത് കൊണ്ട് ഒരു വിശദീകരണവും കൂടെ കൊടുത്തു. എന്താ വിശദീകരണം? For there remains a long way for you to go. നിനക്ക് അടയും വെള്ളവും തന്ന് നിന്നെ വിളിച്ചുണർത്തിയത് വീണ്ടും കിടന്നുറങ്ങാനല്ല. There remains a long way for you to go. വാത്സല്യമുള്ളവരെ, അവിടെ നാം കാണുന്നത് അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു വീണ്ടും കിടന്നുറങ്ങിയെന്നല്ല. പിന്നെ എന്താണ്? ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിലേക്ക് അവൻ കടന്നു വന്നു. He walked 40 days and 40 nights till Horeb, the mountain of God. By the strength of that food, അത്ഭുതം തോന്നും. 40 രാവും 40 പകലും ഒരു സ്ട്രെച്ചിന് ഒരു പർവ്വതത്തിലേക്ക് നടക്കത്തക്കവണ്ണം അത്രയ്ക്ക് ബലം തരുന്ന ആഹാരം എന്താ ഉള്ളത്? അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഏലിയാവിന് കൊടുക്കുന്ന രണ്ടാമത്തെ ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. There remains a long way for you to go. നമ്മുടെ ജീവിതയാത്ര അതിന്റെ അന്ത്യം വരെ പ്രത്യാശാനിർഭരതയോടെ കാക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ശ്രദ്ധേയമായ വരികൾ നിങ്ങൾക്കൊക്കെ പരിചിതമാണെന്ന് ഞാൻ കരുതുകയാണ്. The woods are lovely, dark and deep, but I have promises to keep. Miles to go before I sleep, and miles to go before I sleep. കാലത്തിന്റെ ഭംഗി അത് ആസ്വദിക്കുവാൻ എത്ര കാമ്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ നിന്നാൽ ഇനി രാത്രി വളരെ ഇരുട്ടും. ഒരുപക്ഷെ ഈ കാലത്തിൽ എനിക്ക് വഴിതെറ്റുവാനും അത് എന്റെ അപകടകരമായ മരണത്തിലേക്ക് വരെ നയിക്കുവാനും സാധ്യതയുണ്ട്. So I have promises to keep, miles to go before I sleep, and miles to go before I sleep. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചിന്തകനും എഴുത്തുകാരനും കവിയും ശമാശമായ ആളാണ് പരിശുദ്ധനായ മാർ അപ്രേം. ഒരുപാട് പാട്ടുകൾ അപ്രേം എഴുതിയിട്ടുണ്ട്. അപ്രേമിന്റെ ഒരു ചെറിയ പാട്ടിൽ ഇങ്ങനെ നാം ഗ്രഹിക്കുന്നു. The world resembles to the wheel of a carriage that runs time and season. കാലത്തെയും സമയത്തെയും ഉരുട്ടുന്ന ഒരു വണ്ടിച്ചക്രമാണ് ലോകം. ഒൽമോ എന്ന് പറഞ്ഞാൽ ലോകം, ഗിഗിലോ എന്ന് പറഞ്ഞാൽ വണ്ടിച്ചക്രം, ദോമേലെ എന്ന് പറഞ്ഞാൽ resembles to it. The world resembles to the wheel of a carriage that runs time and seasons. അതിന്റെ അടുത്ത വരി എന്താണ്? ഹെൽമോ എന്ന് പറഞ്ഞാൽ സ്വപ്നം, ലിലിയോ എന്ന് പറഞ്ഞാൽ രാത്രി. രാത്രിയെ സ്വപ്നം കവരുന്നു. അതാണ് അപ്രയം പറഞ്ഞത്. നമ്മൾ സ്വപ്നമൊക്കെ കാണുമല്ലോ, പകൽ സ്വപ്നം കാണുന്നവരുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ രാത്രി സ്വപ്നം കാണും.
നല്ല സ്വപ്നം കാണും, ചീത്ത സ്വപ്നം കാണും. പക്ഷെ എന്താ അതിന്റെ ആകത്തുക എന്ന് പറയുന്നത്? നേരപ്പെടുത്ത് ഉണർന്നു കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും സ്വപ്നങ്ങൾ രാത്രിയെ അപഹരിച്ചു. അപ്പറേ പറയുകയാണ്, as the dream steals by night, the world steals by its promise. أقدر نبهر قمليو ഗ്രാബ്ലേ ഓൽപമശുദോയാ. ലോകം ഒരുപാട് മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ട് നമ്മുടെ അനുഗ്രഹകരമായ ജീവിതത്തെ തന്നെ കവർന്നു കളയുന്ന ഒരു അനുഭവമുണ്ട്. ഇത് ജീവിതായോധനത്തിൽ നാം വളരെ കരുതലോടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ആ ട്രാപ്പിൽ പെട്ടുപോകാതിരിക്കാനാണ് ഈ വാക്യം നമുക്ക് തരേണ്ട ഉത്തേജനം. There remains a long way for you to go. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നമ്മൾ തറടിയായി പോകുവാനോ നിരാശയിൽ നയിക്കുവാനോ പാടില്ല. നമുക്ക് മുൻപിലുള്ള ഓട്ടം അത് സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണമുള്ള പ്രത്യാശ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭാഗത്തെ ഭംഗിയായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏലിയാവിന് ഹോരേബിന്റെ നെറുകയിലേക്ക് നടക്കുവാൻ മരുഭൂമിയിൽ കൊടുത്ത അപ്പവും വെള്ളവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പുതിയ നിയമസഭയിൽ നിത്യതയിൽ കർത്താവിനോടുകൂടെ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഒരു തീർത്ഥയാത്ര നടത്തുന്ന തീർത്ഥാടക സമൂഹമായ സഭയ്ക്ക് എനർജി സംഭരിക്കുവാൻ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന കർത്താവിന്റെ തിരുശരീരവും തിരുരക്തത്തോടുമാണ് ഈ റൊട്ടിയെയും വെള്ളത്തെയും ഉപമിച്ചിട്ടുള്ളത്. താക്കന്മാർ പറയുന്നത് the Holy Eucharist, the medicine of immortality, അമർത്യതയുടെ മറുമരുന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പാപമംഗലമായ നമ്മുടെ ജീവിതത്തെ കളങ്കരഹിതമായി സൂക്ഷിക്കാൻ തക്കവണ്ണം അഭംഗുരമായ ആത്മീയ ജീവിതത്തിന് നമ്മെ സഹായിക്കാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്ന, നമുക്ക് ബലം പകരുന്ന ഭക്ഷണമായിട്ട് വേണം വിശുദ്ധ കുർബാനയെ കരുതുവാനായി. നമ്മുടെ സഭയിൽപ്പെട്ട അനേകരും അവരുടെ ജീവിതത്തിന്റെ കേടുപാടുകളെ പോക്കുന്ന, രോഗത്തെ അകറ്റുന്ന, വിഷമസന്ധികളെ പരിഹരിക്കുന്ന ഒരു മെഡിസിനായിട്ട്, ഒരു മരുന്നായിട്ട് വിശുദ്ധ കുർബാനയെ കാണുന്നവരുണ്ട്. എത്ര പരിപാലനതയോടുകൂടെ ആരാധനയിൽ സംബന്ധിക്കണമെന്നും ആരാധനയുടെ മകുടമായ വിശുദ്ധ കുർബാനയെ കാണണമെന്നും സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഈ ലോകയാത്രയിൽ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ കവർന്നു കളയുവാൻ ദുഷ്ടൻ അതിയായി ആഗ്രഹിക്കുമ്പോൾ അവന്റെ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുവാനായിട്ടുള്ള ശക്തി, ബലം നമ്മെ ധരിപ്പിക്കുന്നത് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ്. It is the mystery of the mysteries. It is the sacrament of the sacraments. കർത്താവ് കാൽവറിയിൽ യാഗമാകുന്നതിന്റെ തലേ രാത്രി മൃഗബലി അവസാനിപ്പിച്ചുകൊണ്ട് സസ്യബലി ആരംഭിച്ചു. ഗോതമ്പപ്പം കയ്യിലെടുത്തിട്ട് ഇത് എന്റെ ശരീരമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, കാസായിൽ വീണ്ടെടുത്തിട്ട് ഇത് എന്റെ രക്തമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ശരീരം പോലെ തോന്നിക്കുന്ന അപ്പമെന്നോ രക്തം പോലെ തോന്നിക്കുന്ന വീഞ്ഞെന്നോ അല്ല കർത്താവ് കരുതിയത്. അവിടെ സംശയത്തിന് അശേഷം സ്ഥാനമില്ല. This is my body and this is my blood. കർത്താവ് കൂട്ടിച്ചേർത്തു, ഇത് അനുഭവിക്കുന്നവന് ഉള്ളിൽ ജീവനുണ്ട്. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, എന്റെ രക്തം സാക്ഷാൽ പാനീയമാണ്
ശരീരം നമ്മൾ കുളിപ്പിച്ച് നല്ല ഡ്രസ്സ് ധരിപ്പിച്ച് കിഴക്കോട്ട് മുഖമായി കിടത്തി നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി സംസ്കരിക്കുന്നത് എന്തിനാ? അവരുടെ ശരീരം സംസ്കരിച്ച സ്ഥലത്ത് നാം ധൂപപ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊണ്ട ശരീരമാണ്. ഭഗവാനായ പൗലോസ് ചോദിക്കുന്നുണ്ട്, Don't you know that you are the temple in which the Spirit dwells? ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്ന ദൈവ മന്ദിരമാണ് നിങ്ങളെന്ന് അറിയുന്നില്ലയോ? കൊരിന്ത്യർക്ക് പൗലോസ് എഴുതുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഭംഗിയായി ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിന്റെ അംശികളാകുവാൻ, ഈ പുതിയ നിയമ രക്തത്തിന് പങ്കുകാരാകുവാൻ. തന്നെത്താൻ ശോധന ചെയ്യാതെ ഈ രഹസ്യങ്ങളിൽ സംബന്ധിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പൗലോസ് പറയുന്നുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കരെ നമുക്ക് എത്രയോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു. വേണ്ടത്ര ഒരുക്കത്തോടെ അനുഗ്രഹത്തോടെ അത് ജീവിതായോധനത്തിന് എന്നെ സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായി തീരണമെന്നുള്ള പ്രാർത്ഥനയോടെയാണോ സംബന്ധിക്കുന്നതെന്ന് ഒരു സ്വയപരിശോധന നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. കൊച്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസിക മറിച്ചു നോക്കിയപ്പോൾ വളരെ അനുഭവസമ്പൂർണമായ ഒരു കഥ വായിക്കുവാനിടയായി. ആ കഥ എന്താണ്? മണ്ണിര കൊത്തിപ്പിറക്കി നടക്കുന്ന ഒരു കിളി. ഒരു പൂച്ചയ്ക്കൊരാഗ്രഹം ഈ കിളിയെ തിന്നണം. പൂച്ചയ്ക്ക് തോന്നി ഈ കിളിക്ക് ഏറ്റവും താല്പര്യമുള്ള വരെയെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ശേഖരിക്കാം. അപ്പൊ പൂച്ച പറഞ്ഞു, ആവശ്യത്തിന് ഭക്ഷണം എവിടെയുണ്ട്, വരെയുണ്ട്, നിങ്ങൾ കൊത്തിപ്പെറുക്കി ക്ഷീണിക്കുകയൊന്നും വേണ്ട, ഞാൻ ആവശ്യത്തിന് ഭക്ഷണം നിങ്ങൾക്ക് തരാം. ഒരു വര തരുമ്പോൾ ഒരു തൂവൽ തരാം. പക്ഷികൾ വിചാരിച്ചു, ഇതാത്ത വലിയ കാര്യം, എത്രയോ തൂവല് ചിറകിലുണ്ട്, അതുകൊണ്ട് 1-9 തൂവല് പോയാലും ഒന്നും സംഭവിക്കാനില്ല. പക്ഷികളൊക്കെ വന്ന് ചില പക്ഷികളെ 1-2 തൂവലോ കൊടുത്ത് വരെയോ കൊണ്ടുപോയി. ഒരു മണ്ടം പക്ഷി വന്നു, ആ വര 1 വാങ്ങിച്ചു, 2 വാങ്ങിച്ചു, 3 വാങ്ങിച്ചു, ഓരോന്നിനും ഓരോ തൂവലിങ്ങനെ പറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം വരവിന് വയറ് നിറഞ്ഞു. തൂവലുകൾ ഓരോന്നോരോന്ന് ചിറകിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നു. അനന്തവിഹായസിൽ പറന്നു നടക്കാൻ ദൈവം ആ പക്ഷിക്ക് നൽകിയിരുന്ന ചിറകിന്റെ സ്വാധീനം പോയി. പക്ഷി ഇങ്ങനെ പറക്കാനാവാതെ ചാടി നടക്കുക. പൂച്ച ഈ പക്ഷിയെ പിടിച്ച് തിന്നുന്നതാണ് ആ കഥയുടെ സമാപനം. ഇത്ര നല്ല ഒരു ഗുണപാഠമാണ് ആ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ മഹത്വം എന്താണെന്ന്, നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നൊരാൾ അച്ഛനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു, വെച്ചാൽ ഈ കുരിശ് പുതിയതാണോ? അപ്പൊ ഈ കുരിശെങ്ങനെ ഈ പരുവത്തിലായതെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൊ ഞാനൊന്ന് ചിരിച്ചു. കഥയൊന്നും ഞാൻ പറയാൻ പോയില്ല, അച്ഛൻ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ കഥ എന്താണെന്നറിയാമോ? ഇത് ഇങ്ങനെ ലാവൊക്കെ പിടിച്ച് ഇതിന്റെ ശോഭയെല്ലാം ഇങ്ങനെ മൂടിക്കിടന്ന ഒരു കുരിശാണ്. ഇവിടെ ഇടവകയിൽപ്പെട്ട ഒരാള് അതെങ്ങനെ വെളുപ്പിക്കാമെന്നുള്ളത് നല്ല അർത്ഥത്തിലാണ്. എങ്ങനെയത് ഭംഗിയാക്കാം എന്നുള്ളത് ഇന്റർനെറ്റിൽ പോയോ നാട്ടിലേക്ക് വിളിച്ചോ ഒക്കെ അറിഞ്ഞിട്ട് അതിന് വേണ്ട പണി നടത്തി അത് ശരിയാക്കിയപ്പോൾ ഒരു പുത്തൻ കുരിശായിട്ട് തോന്നത്തക്കപ്പെട്ട് നമുക്ക് മുമ്പിൽ ഇരിക്കുക. ഒരു വലിയ സിമ്പല്. ഇവിടെ ആത്മീയത തെളിക്കാൻ, അനുഗ്രഹമായി ജീവിപ്പാൻ എത്ര നല്ല
രത്നവ്യാപാരിയുടെ കഥ കേട്ടിട്ടുണ്ട്. അയാളുടെ വീട്ടില് ഒരാൾ ഭിക്ഷ കെട്ടാൻ വന്നു, ക്ലാവ് പിടിച്ചൊരു പാത്രവുമായിട്ട്. അതിലേക്ക് അയാളൊരു കോയിൻ ഇട്ട് കൊടുത്തപ്പോൾ അതിന്റെ ശബ്ദം കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി, എടാ ഇത് വെറും പല പാത്രമല്ലല്ലോ, ഇത് തനി തങ്കമാണല്ലോ. അപ്പൊ അയാള് ഭിക്ഷക്കാരനോട് പറഞ്ഞു, നീ ചിന്തിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അപ്പുറം ഞാൻ തരാം, ആ പാത്രം എനിക്ക് തരാമോ? അവൻ ആ പാത്രം കൊടുത്തു, വിലയ്ക്ക് വാങ്ങിച്ചു. അത് തുടച്ച് വൃത്തിയാക്കി എടുത്തപ്പോൾ നല്ല തനി തങ്കം. ഒരു മനുഷ്യൻ ഒരിടത്ത് ചെന്ന് ഒരു പറമ്പ് വാങ്ങിച്ചു. ആ പറമ്പ് അവന്റെ കൂട്ടുകാരൻ കണ്ടപ്പോൾ പറഞ്ഞു, നീ എന്തിനാണ് ഇത് വാങ്ങിച്ചത്? അവിടെ ആ പാറ, ഇവിടെ ഈ പാറ, അവിടെ കാട്, ഇവിടെ പുല്ല്. അപ്പൊ അവൻ പറഞ്ഞു, there are birds in it, but it needs search. നീ ഉദ്ദേശിക്കുന്ന പോലല്ല, ഈ പറമ്പിൽ പവിഴമുത്തുകളുണ്ട്, പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? അന്വേഷണം വേണം. There are birds in it, but it needs search. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ പൈതൃകം വളരെ വലുതാണ്. ഭാരത ക്രൈസ്തവര്, നിങ്ങൾ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കിക്കൂ, ഒരു 4-5 തലമുറയ്ക്കപ്പുറത്ത് നിങ്ങളുടെ പിതാമഹനെ എവിടെയാണ് സംസ്കരിച്ചിട്ടുള്ളത്? എനിക്ക് വളരെ ഉറപ്പാണ്, കേരള ക്രൈസ്തവ സഭയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ലൈൻ പരിശോധിച്ചാൽ ഏതെല്ലാം കാലഘട്ടത്തിൽ, ഏതെല്ലാം കാരണം കൊണ്ട്, ഏതെല്ലാം വശത്തേക്കാണ് സഭകള് മാറിപ്പോയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ, അവന് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അതിപുരാതനമായ ഏതെങ്കിലും ഒരു പള്ളിയുടെ സെക്രട്ടറി ആയിരിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണം. ഞങ്ങളുടെ ആ ഭാഗത്ത് മധ്യതിരുവിതാംകൂറിലുള്ള സകലമായ മനുഷ്യരുടെയും പിതാമഹന്മാരെ സംസ്കരിച്ചിട്ടുള്ളത് ഒന്നുകിൽ നരണം പള്ളിയുടെ, അല്ലെങ്കിൽ പാലിയക്കര പള്ളിയുടെ, അല്ലെങ്കിൽ കല്ലൂപ്പാറ പള്ളിയുടെ, അല്ലെങ്കിൽ കവിയൂർ ശ്രീബാ പള്ളിയുടെ സെമിത്തേരിയാണ്. പൊങ്ങച്ചം പറയാനല്ല, ഇത് എന്തൊരു നല്ല പൈതൃകമാണ്, എന്തൊരു നല്ല ആഠ്യത്വമാണ്. നമ്മുടെ ആരാധന വേറെ എന്തിനെങ്കിലും പുറകെ വെക്കാൻ നോക്കുമോ? ഏറ്റവും മുന്നേ വെക്കാൻ പറ്റിയ ആരാധനയല്ലേ? നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്തിനെങ്കിലും പുറകെ മാറ്റി വെക്കാൻ നോക്കുമോ? യാതൊരു കാരണവശാലും സാധ്യമല്ല. പക്ഷെ എന്താ പറ്റിയിരിക്കുന്ന തട്ടുകേട്? വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധ പിതാക്കന്മാർ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന നിലയിൽ അതിനെ പരിപോഷിപ്പിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയും ആരാധനയും ആചാരാനുഷ്ഠാനങ്ങളും അനുഗ്രഹമായ നിലയിൽ നാം സ്വീകരിക്കുമ്പോൾ, ആരാധനയുടെ നമ്മുടമായ വിശുദ്ധ കുർബാനയിൽ അനുഗ്രഹകരമായി നാം സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ സാധിക്കും. എന്നാൽ ബൗദ്ധികവും ലൗകികവുമായ വിലകൾക്ക് വേണ്ടി നമ്മുടെ വിലമതിക്കാനാവാത്ത ചിറകുകൾ നാം പറിച്ചു നൽകുന്നെങ്കിൽ അത് സങ്കടകരമായ അനുഭവത്തിലേക്ക് നമ്മെ തള്ളിവിടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തുടർന്ന് നാം വായിക്കാം. 5-ാം വാക്യം നാം കണ്ടു, 7-ാം വാക്യം കണ്ടു, 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിന് ലഭിക്കുന്ന 3-ാമത്തെ ദർശനം. അതിന്റെ സാഹചര്യം എന്താ? അവനൊരു ഗുഹയിൽ കടന്ന് രാപാകുവാൻ ആഗ്രഹിച്ചു. ഇത് അത്യന്തം വേദനാജനകമായ ഒരു കാര്യമാണ്. യഹോവയായ ദൈവം ഏലിയാവിനെ ഹോറേബിന്റെ നെറുകയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ആത്മീയ ജീവിത
പാർക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ഏലിയാവിനെ വിളിച്ചുകൊണ്ട് ദൈവം ചോദിക്കുകയാണ്, നിനക്കിവിടെ എന്ത് കാര്യം? What business you have here? അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നിനക്കിവിടെ കാര്യമൊന്നുമില്ല. 11-ാം വാക്യത്തിലേക്ക് നോക്കാം. അവിടെ പറയുന്നുണ്ട്, യു കം ഔട്ട്, നീ ഗുഹയുടെ പുറത്തേക്ക് വരിക. കർത്താവിൽ അനുഗ്രഹിക്കുന്നവരെ, ആത്മീയ ജീവിതത്തിൽ ഗുഹ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മിൽ പലർക്കും ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പരാജയമാണ്. ചെറിയ ചെറിയ നിലകളിലായിരിക്കും. The little fox that spoiled the whole vineyard എന്ന് ഒരു രൂപകം വായിച്ചിട്ടുണ്ട്. വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിക്കൊലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടത്തിലേക്ക് കുറുക്കൻ പാഞ്ഞു കയറി. അതിന് മുന്തിരി മതി. പക്ഷെ ആ മുന്തിരി പറിക്കാനുള്ള ശ്രമത്തിൽ ആ മുന്തിരി ചെടികളെല്ലാം ചവിട്ടിപ്പറിച്ച് മുന്തിരി മുഴുവൻ നാശമാണ്. The fox that spoiled the whole vineyard. നമ്മുടെ ഫലങ്ങളെ അപഹരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരുപാട് കുറുക്കന്മാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഗവൺമെന്റ് ബെവറേജ് കോർപ്പറേഷൻ ഓർഡർ കൊടുത്തു. ഈ പ്രാവശ്യം ഓണത്തിന് മുൻപ് എല്ലാ പ്രാവശ്യവും നിങ്ങൾ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് പോലെ കേരളം എത്ര കോടി കുടിച്ചു തീർത്തെന്ന് ഈ പ്രാവശ്യം പ്രസിദ്ധീകരിക്കരുത്. മാധ്യമങ്ങളൊക്കെ പുറത്തു വിടുന്നതായിരിക്കും. ഏതായിരുന്നാലും ഓണം കഴിഞ്ഞാലും ക്രിസ്മസ് കഴിഞ്ഞാലും ഒരു കണക്കെടുപ്പുണ്ട്. ഇത്ര കോടി കേരളം കുടിച്ചു തീർത്തു. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ന ജില്ലയാണ്, 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ന സ്ഥലമാണ്. എന്തൊരു ക്രെഡിറ്റിലാ പറയുന്നത്. ഞാൻ വളരെ ദുഃഖത്തോടെ ഓർക്കുന്നു, ബെവറേജ് കോർപ്പറേഷനിൽ നിന്ന് ബെവറേജ് ഷോപ്പിൽ നിന്ന് കള്ളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിന് പണ്ടൊരു ഗോപ്യം ഉണ്ടായിരുന്നു. കടലാസിലൊക്കെ പൊതിഞ്ഞ് മുണ്ടിനകത്തൊക്കെ വെച്ചുകൊണ്ടാണ് പോകൊണ്ടിരുന്നത്. ഇന്ന് ഈ തിരുവല്ല വഴിക്ക് പോരുമ്പോൾ 2-3 ഇത്തരത്തിലുള്ള കടകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ കാണുന്നത് 5 കുപ്പി 5 വിരലിനകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന ആളുകളാണ് പരസ്യമായി. കടയുടെ മുന്നിൽ വെച്ച് തന്നെ ഗ്ലാസ് മുഴുവൻ ഒഴിച്ച് കുടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. എന്തിലേക്ക് നമ്മെ വലിച്ചെടുക്കുന്നു എന്നുള്ളത് ഗൗരവപൂർവ്വം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഹൈസ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നുവെങ്കിൽ ശൈശവകാലത്ത് അവർക്ക് ലഭിക്കുന്ന ആത്മീയചര്യകളിൽ അവർ വളർന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ദുഷ്ടൻ അവർക്ക് വേണ്ടി ഗുഹയൊരുക്കുന്ന അനുഭവമാണ്. മാമോദീസയുടെ സമയത്ത് കുഞ്ഞിനെ മാമോദീസ മുക്കി കൊടുത്തു കഴിഞ്ഞ് പാടുന്നുണ്ടല്ലോ, ബി കെയർഫുൾ, ദുഷ്ടൻ ഈ അനുഗ്രഹങ്ങളെല്ലാം മോഷ്ടിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലേ? ആ പാട്ടറിയാമോ? ബലമോടൊരു മാലാഖസമം മാമോദീസായിൽ നിന്നും നീ കയറി, സഹജാസ്വർഗീയം ഭാഗ്യം നീയാർന്നു, ആദാഗ്രഹമഹിമാവീതാൻ നീ നേടി. ഈ കുഞ്ഞ് പ്രാപിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറയുക. വാടാത്തൊരു മകുടം തലമേൽ നീ ചൂടി, ഇതെല്ലാം പറഞ്ഞിട്ടോട് പറയും. കരുതിയിടുക ദുഷ്ടൻ മോഷ്ടിച്ചിടായുവാൻ. ബി കെയർഫുൾ. പള്ളിപ്പടിക്കൽ ആര് നിൽപ്പുണ്ട്? ദുഷ്ടൻ നിൽപ്പുണ്ട്. നീ പ്രാപിച്ച അനുഗ്രഹങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ അവൻ ആഗ്രഹമുണ്ട്. നമ്മൾ എത്രമാത്രം
ഓർത്തോ. യു കം ഔട്ട്, ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരിക. ഏതൊക്കെയാണ് നാം കയറിയിരിക്കുന്ന ഗുഹകളെന്ന് പരിശോധിക്കണം. ഒരുപക്ഷെ ഉപരിപ്ലവമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത ഗുഹകളൊക്കെ ഉണ്ടാവും. ഡോക്ടർ ബില്ലി ഗ്രഹാം പറയുന്നത് നാം അവഗണിച്ചു കളയുന്ന ചെറിയ ചെറിയ പാപങ്ങൾ പോലും സാരവത്തായ ആഘാതം നമുക്ക് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായവയാണ്. തന്റെ പുസ്തകത്തിൽ The Freedom from 7 Deadly Sins, മരണകരമായ 7 പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന ഒരു പാപം അമിതഭക്ഷണം. Over eating is a sin. ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ ദ്രോഹി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി, 5 നേരം കഴിക്കുന്നവൻ പാപി. One who eats 5 times is a sinner. ഭാഗ്യമായില്ലേ? നമ്മളാരും ആ ലിസ്റ്റിലെങ്ങുമില്ല. നമ്മളെല്ലാം 5ന് മുകളിലാണ്. അതുകൊണ്ട് നമുക്കിനി പുതിയ പേര് വല്ലതും കണ്ടുപിടിക്കണം. പരമദ്രോഹിയെന്നോ മഹാഭാവിയെന്നോ ഉള്ള പേര് വല്ലതും കണ്ടുപിടിക്കണം. ഞാനാണ് ഇവിടെ കിടന്ന് ഉറങ്ങി ഇടക്കിടയ്ക്ക് കെട്ടിയുള്ളൊരുമ്പോൾ താഴോട്ട് എഴുതുമ്പോൾ പരിപ്പോട, ഉടുത്തോള, പഴം, കാപ്പി, ഇങ്ങനെ ഒരു ദിവസം എത്ര നേരമാണ് കഴിക്കുന്നതിന് കരുതിട്ടില്ല. എന്തോ One who eats 5 times is a sinner. നമ്മളാരും മനസ്സിൽ പോലും കരുതിയിട്ടില്ല അമിതഭക്ഷണം പാപമാണെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ഒരുപാട് പാപം. ശാസ്ത്രജ്ഞന്മാർ വിലപിക്കുന്ന ഒരു മേഖലയാണ് ഓസോൺ പ്രതലത്തിന് വിള്ളൽ വീഴുന്നു, ക്ലോറോഫ്ലോറോ കാർബൺസ് ഉയരുന്നു. മനുഷ്യന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കുന്ന എയർ ഫ്രഷ്നറും പെർഫ്യൂമും AC-യും ഒക്കെ ഉയർത്തുന്ന ക്ലോറോഫ്ലോറോ കാർബൺസ് കൊണ്ട് ഓസോൺ പ്രതലത്തിന് വിള്ളൽ വീഴുന്നു. മാരകരശ്മികൾ ഭൂമിയിൽ പതിച്ച് ഡോക്ടർമാർക്ക് കാരണം അറിയാൻ പാടില്ലാത്ത രോഗം മനുഷ്യനുണ്ടാവാതിരിക്കാൻ ദൈവം ഉണ്ടാക്കിയേക്കുന്ന ആവരണം വിള്ളൽ വീണിരിക്കുകയാണ്. നമ്മുടെ സുഖഭോഗ ത്വര പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും നശിപ്പിക്കും. We have to come out. ഗുഹയിൽ നിന്ന് പുറത്തു വരണം. 11-ാം വാക്യം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഏലിയാവ് ഗുഹയുടെ അകത്തിരിക്കുകയാണ്. പക്ഷെ ഗുഹയുടെ മുഖത്ത്, ഗുഹയുടെ പുറത്ത് 3 കാര്യം നടന്നു. ഒന്ന്, അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് കടന്നുപോയി പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്ത കൊടുങ്കാറ്റെന്നാണ് പറയുന്നത്. ഏലിയാവ് പ്രതീക്ഷിച്ചു, ഈ കാറ്റിലായിരിക്കാം എന്നെ വിളിച്ച ഇവിടെ വരുത്തിയ ദൈവം. ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ ഇവിടെ പറയുന്നു കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിനും യഹോവ ഇല്ല. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ ഉണ്ടായി. തീയിലും യഹോവ ഇല്ല. അപ്പൊ എന്തിലൊക്കെ യഹോവ ഇല്ലായിരുന്നു? കാറ്റിലില്ല, ഭൂകമ്പത്തിലില്ല, തീയിലും. എന്നാൽ അതിനുശേഷം ഒരു കുഞ്ഞു വാക്യമുണ്ട്. There came a whispering sound. It is very important. അതിനുശേഷം എന്തുണ്ടായി? സാവകാശത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. There came a whispering sound. പിന്നെ ഏലിയാവിന് ആ ഗുഹയ്ക്കകത്തിരിക്കാൻ സാധിക്കുന്നില്ല. ഈ മൃദുസ്വരം ഏലിയാവിനെ പുറത്തു കാണിച്ചു. കർത്താവിൽ അനുഗ്രഹീതരെ, പലപ്പോഴും നമ്മെ വഴി നടത്തുന്ന യഹോവയെ നമ്മൾ അന്വേഷിക്കുന്നത് ഈ കാറ്റിലും ഭൂകമ്പത്തിലും തീയിലുമൊക്കെയാണ്. പക്ഷേ നിന്റെ വഴി ഇതാണ്, നീ തിരഞ്ഞെടുക്കേണ്ട പാത ഇതാണ്, നിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്ന
ദൈവത്തെ നാം തിരിച്ചറിയാറുണ്ടോ? നാം വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു, ആരാധനയെ സംബന്ധിക്കുന്നു, കൺവെൻഷന് വരുന്നു, ഒക്കെ നല്ലത് തന്നെ. പക്ഷേ തമ്പുരാന്റെ ഈ വിസ്പറിംഗ് സൗണ്ട്, നിന്റെ വഴി ഇതാണ്, നീ തെരഞ്ഞെടുക്കേണ്ടത് ഇതാണ് എന്ന് നമ്മോട് മന്ത്രിക്കുന്ന നല്ലവനായ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു അറക്ക കമ്പനിയിൽ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ വാച്ച് നഷ്ടപ്പെട്ടു. എല്ലാവരും കിടന്ന് വാച്ച് നോക്കുകയാണ്, വാച്ച് കാണുന്നില്ല. അപ്പൊ അവിടെയുള്ള ഒരു ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് കിടന്ന് വാച്ച് തപ്പിയാൽ വാച്ച് കിടന്നില്ല. ഒന്നാമത് ഇവിടെ അറക്കപ്പൊടിയാണ്, അതുകൊണ്ട് വാച്ചിന്റെ ഉണ്ടെങ്കിലൊക്കെ പൊടിയൊക്കെ ചിലപ്പോൾ കിടക്കുകയായിരിക്കും. അതുകൊണ്ട് ഈ മെഷീനെല്ലാം ഓഫ് ചെയ്യാം. മെഷീനെല്ലാം ഓഫ് ചെയ്തിട്ട് അയാൾ മെല്ലെ അയാളെ ചെവി വട്ടം പിടിച്ച് ഇങ്ങനെ നോക്കി, ടിക് 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 ശബ്ദം. മൊബൈൽ കാണാതെ പോയാൽ നമ്മൾ ബെല്ലടിപ്പിച്ച് പോകുന്നത്. ബെല്ലടിക്കുമ്പോൾ മൊബൈലോടെ കാറിന്റെ സീറ്റിനടി കിടക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് കിടക്കുന്നു. അപ്പൊ അയാള് ഈ ശബ്ദം കേട്ടിട്ട് ഈ വാച്ച് കണ്ടുപിടിച്ചു. ശബ്ദമുഖരിതമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശബ്ദമെല്ലാം നമ്മുടെ ചെവിയിൽ വന്ന് അലച്ചിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല. മത്സര്യമുള്ളവരെ, മൃദുസ്വരം കേട്ട് പുറത്തു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. ഇനി ഞാൻ വായിക്കുന്നത് 13ാമത്തെ വാക്യം. ഏലിയാവ് ഗുഹയുടെ പുറത്ത് വന്നു. അപ്പോഴും ഏലിയാവിനോട് ചോദിക്കുകയാണ്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? വാട്ട് ബിസിനസ് യു ഹാവ് ഹിയർ? ഗുഹയ്ക്കകത്ത് കയറി പോയപ്പോഴും ചോദിച്ചു, ഇറങ്ങി വന്നപ്പോഴും ചോദിച്ചു. അതിന്റെ അർത്ഥമില്ല, നിന്നെ ഞാൻ ആ ചൂരത്തിരിയുടെ തണലിൽ നിന്ന് കൊണ്ടുവന്നത് ഈ മൃദുസ്വരം ഒന്ന് കേൾപ്പിക്കാൻ. ഇനി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് 15ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യു ഹാവ് ടു പ്രൊസീഡ്. നീ പുറപ്പെടണം. ദമശ്കേസിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകണം. താഴേക്ക് വായിക്കുമ്പോൾ ചില കൽപ്പനകൾ ഏലിയാവിന് ദൈവം കൊടുക്കുകയാണ്. യു അനോയിന്റ് ഹസായേൽ, യു അനോയിന്റ് ജെഹൂ, ആൻഡ് യു അനോയിന്റ് എലീഷസ് ടു സക്സീഡ് യു ആസ് ദ പ്രോഫറ്റ്സ്. നീ ഹസായേലിനെയും യേഹൂവിനെയും എലീശായെയും ഒക്കെ അഭിഷേകം ചെയ്യണം. നമുക്ക് വിശ്വസിക്കാൻ നോക്കുമോ? എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് ആ മരുഭൂമിയുടെ വചനതയിൽ കിടന്ന മനുഷ്യനെയാണോ ഇതൊക്കെ ബലമേൽപ്പിക്കുന്നത്? But now he is a dynamic prophet. അവനിപ്പോൾ അതീവ ശക്തി സംഭരിച്ച ഒരു പ്രവാചകനാണ്. അവൻ രാജാക്കന്മാരെ വാഴിക്കാം, അവൻ പ്രവാചകനെ വാഴിക്കാം. അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന പുതപ്പ് കടലിനെ ഭാഗിക്കും. ഏലിയാവ് പുറപ്പെടുകയാണ്. എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ 6 ദർശനങ്ങൾ ആത്മീയ ജീവിതത്തിന്റെ 6 സ്റ്റേജസ് ആണ്. നമ്മളിതിൽ എവിടെ നിൽക്കുന്നെന്ന് ഒന്ന് പരിശോധിക്കണം. അവസ്ഥയുടെ ഉപകരണങ്ങളായി പോകാൻ സാധ്യതയുള്ള 6 സ്റ്റേജുകൾ. നിരാശ വന്ന് ആത്മഹത്യയിലേക്ക് പോകാം. ദൈവം തന്ന ദാനങ്ങളെല്ലാം അനുഭവിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങാം. ഹോറേബിലേക്കുള്ള യാത്രയിൽ ഗുഹ കണ്ടുപിടിക്കാം. തീയിലും ഭൂകമ്പത്തിലും യഹോവയിലും, തീയിലും ഭൂകമ്പത്തിലും കൊടുങ്കാറ്റിലും യഹോവയെ അന്വേഷിച്ച് ഗുഹയ്ക്കകത്തിരിക്കാം. മൃദുശബ്ദം കേട്ട് പുറത്തു വരാം. അവിടെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കാം. എന്നാൽ അവസാനമായി ഈ ഗുഹയുടെ മുഖത്ത് നിന്ന് തമ്പുരാന്റെ ദൗത്യം തുടർന്നും നിർവഹിക്കുവാൻ തക്കവണ്ണം താഴ്വരയിലേക്ക് പുറപ്പെടാം. ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമോ എന്നുള്ളത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിലകൊള്ളുന്നത്. ബലഹീനരായി പോകുന്ന മനുഷ്യനെ ബലപ്പെടുത്തി തന്റെ ദൗത്യ നിർവഹണത്തിന് സന്നദ്ധനാക്കുന്ന ദൈവത്തെയാണ് നാം ചരിത്രത്തിൽ കാണുന്നത്.
ആ ദൈവത്തെയാണ് പരിശുദ്ധ കന്യകമറിയാം തന്റെ ജീവിതത്തിൽ കണ്ടത്. നമുക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും. അവിടെയൊക്കെയും ബലം സംഭവിച്ചുകൊണ്ട് എനിക്ക് മരിക്കാനുള്ളവനല്ല, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവർത്തിപ്പാൻ തക്കവണ്ണം അനുഗ്രഹത്തോടെ യാത്ര ചെയ്യേണ്ടത് എന്റെ ആവശ്യമാണ്. അവന്റെ ദൗത്യം നിറവേറ്റുവാൻ തക്കവണ്ണം താഴ്വരയിലേക്ക് പുറപ്പെടേണ്ടത് എന്റെ ദൗത്യമാണ് എന്നോർത്തുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ആയോധനം നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ചുരുക്കട്ടെ, ദൈവമനുഷ്യനായ ഏലിയാവ് നമുക്ക് മുൻപിൽ ശക്തമായ ദൂത് ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. മരുഭൂമിയിൽ മരിക്കാൻ കിടന്നവൻ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു പ്രവാചകനായി രൂപപ്പെട്ടെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മയും ശക്തരാക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായിട്ട് ആ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, അവൻ നമ്മെ പണിയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണങ്ങാം. ഈ അനുഗ്രഹീത സന്ധ്യ ദൈവവചന കേൾവിക്കായി ഞങ്ങൾക്ക് ഒരുക്കിയ സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതം നഷ്ടമായി പോകാതെ, ഞങ്ങൾ നിരാശയിലേക്ക് വീണുപോകാതെ, ലളിതാനങ്ങൾ അനുഭവിച്ചിട്ട് പിന്മാറ്റത്തിലേക്ക് പോകാതെ, ആത്മീയ ജീവിത ബന്ധാവിൽ ദുഷ്ടൻ ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന ഗുഹകളിലേക്ക് ഞങ്ങൾ കയറി പോകാതെ, അങ്ങയുടെ മൃദുസ്വരം കേട്ട് അങ്ങയുടെ വാക്കിനെ പ്രവർത്തിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും നിരന്തരം കഥയിക്കുവാനായിട്ട് തന്നെ. ദൈവമേ ഹൈസ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നുവെങ്കിൽ ശൈശവകാലത്ത് അവർക്ക് ലഭിക്കുന്ന ആത്മീയചര്യകളിൽ അവർ വളർന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ദുഷ്ടൻ അവർക്ക് വേണ്ടി ഗുഹയൊരുക്കുന്ന അനുഭവമാണ്. മാമോദീസയുടെ സമയത്ത് കുഞ്ഞിനെ മാമോദീസ മുക്കി കൊടുത്തു കഴിഞ്ഞ് പാടുന്നുണ്ടല്ലോ, ബി കെയർഫുൾ, ദുഷ്ടൻ ഈ അനുഗ്രഹങ്ങളെല്ലാം മോഷ്ടിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലേ? ആ പാട്ടറിയാമോ? ബലമോടൊരു മാലാഖസമം മാമോദീസായിൽ നിന്നും നീ കയറി, സഹജാസ്വർഗീയം ഭാഗ്യം നീയാർന്നു, ആദാഗ്രഹമഹിമാവീതാൻ നീ നേടി. ഈ കുഞ്ഞൻ പ്രാപിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറയുക. വളാത്തൊരു മകുടം തലമേൽ നീ ചൂടി, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറയും, കരുതിയിടുക ദുഷ്ടൻ മോഷ്ടിച്ചിടായുവാൻ. ബി കെയർഫുൾ. പള്ളിപ്പടിക്കൽ ആരും കൊണ്ട് ദുഷ്ടനെ കൊണ്ട് നീ പ്രാപിച്ച അനുഗ്രഹങ്ങൾ
അത്രമാത്രം ഗുഹയിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഓർത്തോ. യു കം ഔട്ട്, ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരിക. ഏതൊക്കെയാണ് നാം കയറിയിരിക്കുന്ന ഗുഹകളെന്ന് പരിശോധിക്കണം. ഒരുപക്ഷെ ഉപരിപ്ലവമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത ഗുഹകളൊക്കെ ഉണ്ടാവും. ഡോക്ടർ ബില്ലിഗ്രഹാം പറയുന്നത് നാം അവഗണിച്ചു കളയുന്ന ചെറിയ ചെറിയ പാപങ്ങൾ പോലും സാരവത്തായ ആഘാതം നമുക്ക് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായവയാണ്. തന്റെ പുസ്തകത്തിൽ The Freedom from 7 Deadly Sins, മരണകരമായ 7 പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന ഒരു പാപം അമിതഭക്ഷണം. Over eating is a sin. ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി, 5 നേരം കഴിക്കുന്നവൻ പാപി. One who eats 5 times is a sinner. ഭാഗ്യമായില്ലേ? നമ്മളാരും ആ ലിസ്റ്റിലെങ്ങുമില്ല. നമ്മളെല്ലാം 5ന് മുകളിലാണ്. അതുകൊണ്ട് നമുക്കിനി പുതിയ പേര് വല്ലതും കണ്ടുപിടിക്കണം. പരമദ്രോഹിയെന്നോ മഹാഭാവിയെന്നോ ഉള്ള പേര് വല്ലതും കണ്ടുപിടിക്കണം. ഞാനാണെങ്കിൽ ഇവിടെ കിടന്നുറങ്ങി ഇടക്കിടയ്ക്ക് ജെപ്പിയോട് താഴോട്ട് ചെല്ലുമ്പോൾ പരിപ്പോട, ഉടുത്തോള, പഴം, കാപ്പി, ഇങ്ങനെ ഒരു ദിവസം എത്ര നേരമാണ് കഴിക്കുന്നത് എനിക്ക് അറിഞ്ഞിട്ടില്ല. എന്തോ One who eats 5 times is a sinner. നമ്മളാരും മനസ്സിൽ പോലും കരുതിയിട്ടില്ല അമിതഭക്ഷണം പാപമാണെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ഒരുപാട് പാപം. ശാസ്ത്രജ്ഞന്മാർ വിലപിക്കുന്ന ഒരു മേഖലയാണ് ഓസോൺ പ്രതലത്തിന് വിള്ളൽ വീഴുന്നു, ക്ലോറോ ഫ്ലോറോ കാർബൺസ് ഉയരുന്നു. മനുഷ്യന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കുന്ന എയർ ഫ്രഷ്നറും പെർഫ്യൂമും AC-യും ഒക്കെ ഉയർത്തുന്ന ക്ലോറോ ഫ്ലോറോ കാർബൺസ് കൊണ്ട് ഓസോൺ പ്രതലത്തിന് വിള്ളൽ വീഴുന്നു. മാരകരശ്മികൾ ഭൂമിയിൽ പതിച്ച് ഡോക്ടർമാർക്ക് കാരണം അറിയാൻ പാടില്ലാത്ത രോഗം മനുഷ്യനുണ്ടാവാതിരിക്കാൻ ദൈവം ഉണ്ടാക്കിയേക്കുന്ന ആവരണം വിള്ളൽ വീണിരിക്കുകയാണ്. നമ്മുടെ സുഖഭോഗ ത്വര പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും നശിപ്പിക്കും. We have to come out. ഗുഹയിൽ നിന്ന് പുറത്തു വരണം. 11-ാം വാക്യം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഏലിയാവ് ഗുഹയുടെ അകത്തിരിക്കുകയാണ്. പക്ഷെ ഗുഹയുടെ ഗുഹയുടെ പുറത്ത് 3 കാര്യം നടന്നു. ഒന്ന്, അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് കടന്നുപോയി പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്ത കൊടുങ്കാറ്റെന്നാണ് പറയുന്നത്. ഏലിയാവ് പ്രതീക്ഷിച്ചു ഈ കാറ്റിലായിരിക്കാം എന്നെ വിളിച്ച ഇവിടെ വരുത്തിയ ദൈവം. ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ ഇവിടെ പറയുന്നു കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിനും യഹോവ ഇല്ല. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ ഉണ്ടായി. തീയിലും യഹോവ ഇല്ല. അപ്പൊ എന്തിലൊക്കെ യഹോവ ഇല്ലായിരുന്നു? കാറ്റിലില്ല, ഭൂകമ്പത്തിലില്ല, തീയിലും. എന്നാൽ അതിനുശേഷം ഒരു കുഞ്ഞു വാക്യമുണ്ട്. There came a whispering sound. It is very important. അതിനുശേഷം എന്തുണ്ടായി? സാവകാശത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. There came a whispering sound. പിന്നെ ഏലിയാവിന് ആ ഗുഹയ്ക്കകത്തിരിക്കാൻ സാധിക്കുന്നില്ല. ഈ മൃദുസ്വരം ഏലിയാവിനെ പുറത്തിയാടിച്ചു. കർത്താവിൽ അനുഗ്രഹീതരെ, പലപ്പോഴും നമ്മെ വഴി നടത്തുന്ന യഹോവയെ നമ്മൾ അന്വേഷിക്കുന്നത് ഈ കാറ്റിലും ഭൂകമ്പത്തിലും തീയിലുമൊക്കെയാണ്. പക്ഷേ നിന്റെ വഴി ഇതാണ്, നീ തിരഞ്ഞെടുക്കേണ്ട
നിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്ന, നമ്മുടെ അന്തരംഗത്തോട് സ്പന്ദിക്കുന്ന ദൈവത്തെ നാം തിരിച്ചറിയാറുണ്ടോ? നാം വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു, ആരാധനയെ സംബന്ധിക്കുന്നു, കൺവെൻഷന് വരുന്നു, ഒക്കെ നല്ലത് തന്നെ. പക്ഷേ തമ്പുരാന്റെ ഈ വിസ്പറിംഗ് സൗണ്ട്, നിന്റെ വഴി ഇതാണ്, നീ തെരഞ്ഞെടുക്കേണ്ടത് ഇതാണ് എന്ന് നമ്മോട് മന്ത്രിക്കുന്ന നല്ലവനായ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു അറക്ക കമ്പനിയിൽ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ വാച്ച് നഷ്ടപ്പെട്ടു. എല്ലാവരും കിടന്ന് വാച്ച് നോക്കുക, വാച്ച് കാണുന്നില്ല. അപ്പൊ അവിടെയുള്ള ഒരു ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് കിടന്ന് വാച്ച് തപ്പിയാൽ വാച്ച് കിടന്നില്ല. ഒന്നാമത് ഇവിടെ അറക്കപ്പൊടിയാണ്, അതുകൊണ്ട് വാച്ചിന്റെ ഉണ്ടെങ്കിലൊക്കെ പൊടിയൊക്കെ ചിലപ്പോൾ കിടക്കുകയായിരിക്കും. അതുകൊണ്ട് ഈ മെഷീനെല്ലാം ഓഫ് ചെയ്യാൻ പറ്റും. മെഷീനെല്ലാം ഓഫ് ചെയ്തിട്ട് അയാൾ മെല്ലെ അയാളുടെ ചെവി വട്ടം പിടിച്ച് ഇങ്ങനെ നോക്കി, ടിക് 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 ശബ്ദം. മൊബൈൽ കാണാതെ പോയാൽ നമ്മൾ ബെല്ലടിപ്പിച്ച് പോകുന്നത്, ബെല്ലടിക്കുമ്പോൾ മൊബൈൽ കാറിന്റെ സീറ്റിനടി കിടക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് കിടക്കുന്നു. അപ്പൊ അയാള് ഈ ശബ്ദം കേട്ടിട്ട് ഈ വാച്ച് കണ്ടുപിടിച്ചു. ശബ്ദമുഖരിതമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശബ്ദമെല്ലാം നമ്മുടെ ചെവിയിൽ വന്ന് അലച്ചിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല. മത്സര്യമുള്ളവരെ, മൃദുസ്വരം കേട്ട് പുറത്തു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. ഇനി ഞാൻ വായിക്കുന്നത് 13-ാമത്തെ വാക്യം. ഏലിയാവ് ഗുഹയുടെ പുറത്ത് വന്നു. അപ്പോഴും ഏലിയാവിനോട് ചോദിക്കുകയാണ്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? വാട്ട് ബിസിനസ് യു ഹാവ് ഹിയർ? ഗുഹയ്ക്ക് കയറി പോയപ്പോഴും ചോദിച്ചു, ഇറങ്ങി വന്നപ്പോഴും ചോദിച്ചു. അതിന്റെ അർത്ഥമില്ല, നിന്നെ ഞാൻ ആ ചൂരത്തിരിയുടെ തളരിൽ നിന്ന് കൊണ്ടുവന്നത് ഈ മൃദുസ്വരം ഒന്ന് കേൾപ്പിക്കാനാണ്. ഇനി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യു ഹാവ് ടു പ്രൊസീഡ്. നീ പുറപ്പെടണം. ദമശ്കേസിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകണം. താഴേക്ക് വായിക്കുമ്പോൾ ചില കൽപ്പനകൾ ഏലിയാവിന് ദൈവം കൊടുക്കുകയാണ്. യു അനോയിന്റ് ഹസായേൽ, യു അനോയിന്റ് ജെഹൂ, ആൻഡ് യു അനോയിന്റ് എലീഷസ് ടു സക്സീഡ് യു ആസ് ദ പ്രോഫറ്റ്സ്. നീ ഹസായേലിനെയും യേഹൂവിനെയും എലീശായെയും ഒക്കെ അഭിഷേകം ചെയ്യണം. നമുക്ക് വിശ്വസിക്കാൻ നോക്കുമോ? എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് ആ മരുഭൂമിയുടെ വജ്രതയിൽ കിടന്ന മനുഷ്യനെയാണോ ഇതൊക്കെ ബലമേൽപ്പിക്കുന്നത്? But now he is a dynamic prophet. അവനിപ്പോൾ അതീവ ശക്തി സംഭരിച്ച ഒരു പ്രവാചകനാണ്. അവൻ രാജാക്കന്മാരെ വാഴിക്കാം, അവൻ പ്രവാചകനെ വാഴിക്കാം. അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന പുതപ്പ് കടലിനെ ബാധിക്കും. ഏലിയാവ് പുറപ്പെടുകയാണ്. എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ 6 ദർശനങ്ങൾ ആത്മീയ ജീവിതത്തിന്റെ 6 സ്റ്റേജസ് ആണ്. നമ്മളിതിൽ എവിടെ നിൽക്കുന്നെന്ന് ഒന്ന് പരിശോധിക്കണം. അവസ്ഥയുടെ ഉപകരണങ്ങളായി പോകാൻ സാധ്യതയുള്ള 6 സ്റ്റേജുകൾ. നിരാശ വന്ന് ആത്മഹത്യയിലേക്ക് പോകാം. ദൈവം തന്ന ദാനങ്ങളെല്ലാം അനുഭവിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങാം. ഹോറേബിലേക്കുള്ള യാത്രയിൽ ഗുഹ കണ്ടുപിടിക്കാം. തീയിലും ഭൂകമ്പത്തിലും യഹോവയിലും, തീയിലും ഭൂകമ്പത്തിലും കൊടുങ്കാറ്റിലും യഹോവയെ അന്വേഷിച്ച് ഗുഹയ്ക്കകത്തിരിക്കാം. മൃദുശബ്ദം കേട്ട് പുറത്തു വരാം. അവിടെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കാം. എന്നാൽ അവസാനമായി ഈ ഗുഹയുടെ മുഖത്ത് നിന്ന് തമ്പുരാന്റെ ദൗത്യം തുടർന്നും നിർവഹിക്കുവാൻ തക്കവണ്ണം താഴ്വരയിലേക്ക് പുറപ്പെടാം. ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമോ എന്നുള്ളത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിലകൊള്ളുന്നത്. ബലഹീനരായി പോകുന്ന
മനുഷ്യനെ ബലപ്പെടുത്തി തന്റെ ദൗത്യ നിർവഹണത്തിന് സന്നദ്ധനാക്കുന്ന ദൈവത്തെയാണ് നാം ചരിത്രത്തിൽ കാണുന്നത്. ആ ദൈവത്തെയാണ് പരിശുദ്ധ കന്യാമറിയാം തന്റെ ജീവിതത്തിൽ കണ്ടത്. നമുക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും. അവിടെയൊക്കെയും ബലം സംഭവിച്ചുകൊണ്ട് എനിക്ക് മരിക്കാനുള്ളവനല്ല, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവർത്തിപ്പാൻ തക്കവണ്ണം അനുഗ്രഹത്തോടെ യാത്ര ചെയ്യേണ്ടത് എന്റെ ആവശ്യമാണ്. അവന്റെ ദൗത്യം നിറവേറ്റുവാൻ തക്കവണ്ണം താഴ്വരയിലേക്ക് പുറപ്പെടേണ്ടത് എന്റെ ദൗത്യമാണ് എന്നോർത്തുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ആയോധനം നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ചുരുക്കട്ടെ, ദൈവമനുഷ്യനായ ഏലിയാവ് നമുക്ക് മുൻപിൽ ശക്തമായ ദൂത് ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. മരുഭൂമിയിൽ മരിക്കാൻ കിടന്നവൻ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു പ്രവാചകനായി രൂപപ്പെട്ടെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മയും ശക്തരാക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായിട്ട് ആ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, അവൻ നമ്മെ പണിയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക്